ഈദിനൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വ്യത്യസ്ത രുചിയിലുള്ള 4 പുഡിങ്ങിൻ്റെ റെസിപ്പീസാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ അപ്പോൾ ഞാനിതാ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ബട്ടർ ഒന്നങ്ങ് ചൂടായിട്ട് ഒന്നങ്ങ് മെൽറ്റായിട്ട് വരട്ടെ. ഇതുപോലെ ഒന്ന് ബട്ടർ കംപ്ലീറ്റ് മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്നങ്ങ് മൂത്ത് വന്നാൽ മതി കേട്ടോ, ഒരു ഹാഫ് മൂപ്പായിട്ട് വന്നാൽ മതി. അപ്പോൾ ഇതുപോലെ അങ്ങ് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ തിന്നായിട്ടുള്ള സേമിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വണ്ണുള്ള സേമിയ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം, ഏത് സേമിയ ആയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതുപോലെയുള്ള തിന്നായിട്ടുള്ളതാകുമ്പോൾ കാണാനും കുറച്ചും കൂടി ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 175 ഗ്രാം സേമിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സേമിയൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ ഒരു പാത്രത്തിൻ്റെ അളവിനനുസരിച്ചിട്ടുള്ളത് എടുക്കാം. ഇനി ഇതൊന്നങ്ങ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. കരിഞ്ഞൊന്നും പോയരുത്, തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് കേട്ടോ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിന്നായിട്ടുള്ള സേമിയ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സേമിയ വെന്ത് വന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ വേറൊരു സോസ് പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 500 മില്ലി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവൻ കണ്ടൻസ്ഡ് മിൽക്ക് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ വെറും പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കണം. ഇനി ഇതാ ഞാനിവിടെ വേറൊരു ബൗളിൽ ഒരു 3.5 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തിളച്ച് വന്നിട്ടുള്ള ഈ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം കേട്ടോ, അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഇളക്കി ഒഴിച്ചു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒന്നങ്ങ് ഇളക്കിയാൽ മതി. ഇളക്കി ഒന്നങ്ങ് നല്ല ചൂടായിട്ടുള്ള തിളച്ച പാലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും കേട്ടോ. നന്നായിട്ടൊന്നങ്ങ് തിളച്ച് ഇതുപോലെ അങ്ങ് കുറുകി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ ഇതാ ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ, 2 സ്റ്റെപ്പ് മാത്രം മതി. ഇനി ഇതാ ആദ്യം നമ്മൾ സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഏറ്റവും താഴെയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു സേമിയ ഉണ്ടല്ലോ, അതാണ് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. അത് ഇപ്പോൾ ചൂടാറുന്തോറും ഇതിങ്ങനെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണം, തണുക്കാൻ പാടില്ല, ചൂടോട് കൂടിയിട്ട് തന്നെ സെറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും കസ്റ്റാർഡ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഒരു ലെയർ സേമിയ കൊടുത്തിട്ട് വീണ്ടും കസ്റ്റാർഡ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഈ ഒരു പാത്രം ഫുള്ളാവുന്നത് വരെ ഫുള്ളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. മുകളിൽ ഞാൻ കുറച്ച് സേമിയ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇട്ട് കൊടുത്തിട്ട്, ഒരു ഗാർണിഷ് ചെയ്യുന്ന ആ ഒരു രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 3-4 മണിക്കൂർ തണുപ്പിച്ചെടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ കസ്റ്റാർഡ് പുഡിംഗ് റെഡിയായി. ഈസി ആയിട്ട് ചൈന ഗ്രാസും ജലറ്റിനൊന്നും ഇല്ലാതെ എല്ലാവർക്കും റെഡിയാക്കി നോക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ആണ് കേക്ക് ബട്ടിക്ക്. വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. ഒരു പീസ് കഴിച്ചാൽ മതി, പിന്നെ വീണ്ടും വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ആരോറൂട്ട് ബിസ്ക്കറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലൊരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. മാരി ബിസ്ക്കറ്റ് ഏതെങ്കിലും എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഞാനിതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തു. ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ബട്ടർ മെൽറ്റായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്കൊരു 1/2 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
ബട്ടർ ചേർത്തിട്ടുള്ളത് ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് നമ്മൾ എത്രയാണോ സ്വീറ്റ്നെസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട്. പിന്നെ ഇതിലേക്കൊരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു കൊക്കോ പൗഡറും കണ്ടൻസ്ഡ് മിൽക്കും പാലും എല്ലാം ഒന്ന് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ മിക്സായിട്ട് ഈ ഒരു രീതിക്ക് ആയി വരണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി കൈയെടുക്കാതെ ഇതുപോലെ ഇളക്കിക്കൊണ്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്നങ്ങ് തിക്കായിട്ട് വരും കേട്ടോ. ഈ ഒരു രീതിക്ക് അങ്ങ് ആയി വന്നാൽ മതി. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ആ ഒരു നല്ല ചൂടൊന്ന് പോയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ചൂടുണ്ട്. ഇപ്പം ചൂടോട് കൂടിയിട്ട് തന്നെയാണ് നമുക്ക് ബിസ്ക്കറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പൊട്ടിച്ച് വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ബിസ്ക്കറ്റിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു ചോക്ലേറ്റിൻ്റെ മിക്സ് ഒന്നായി വരുന്നത് വരെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസിൻ്റെ പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ബിസ്ക്കറ്റും ഈ ഒരു ചോക്ലേറ്റിൻ്റെ ലിക്വിഡും എല്ലാം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ബിസ്ക്കറ്റ് ഒക്കെ ചോക്ലേറ്റിൻ്റെ ലിക്വിഡ് ബിസ്ക്കറ്റിലേക്ക് നന്നായിട്ട് അങ്ങ് അബ്സോർബ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലുള്ള ഒരു പുഡിംഗ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം ആ ഒരു മുകൾ ഭാഗത്തുള്ള ചൂടൊക്കെ കംപ്ലീറ്റ് ഒന്ന് പോവാണ് കേട്ടോ. അതൊന്ന് പോയതിന് ശേഷം ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റ് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഇതിൻ്റെ മുകളിൽ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നല്ല തിന്നായിട്ട് മതി കേട്ടോ ഈ ഒരു മുകളിലുള്ള ചോക്ലേറ്റിൻ്റെ ലെയർ. അപ്പോൾ ഞാൻ വാൻ ഹോട്ടിൻ്റെ ഒരു പ്രീമിയം ചോക്ലേറ്റ് ഉണ്ടല്ലോ, മിൽക്ക് ചോക്ലേറ്റ്, അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ കൂടുതലൊരു ടേസ്റ്റും കൂടിയാണല്ലോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് എല്ലാ ഭാഗത്തും ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുകളിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് പിസ്താഷ്യോയുടെ ചെറിയ പീസൊക്കെ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ഞാനൊരു ഓവർനൈറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ ഉള്ള ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ ഒരു ചോക്ലേറ്റൊക്കെ ഒന്ന് കയറിയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു 5-6 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ടത് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ട് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. വളരെ എളുപ്പത്തിലും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ബട്ടർ അൺസാൾട്ടഡ് ആയിരിക്കണം, അല്ലെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്നങ്ങ് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 2 കപ്പ് നല്ല തിന്നായിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. വണ്ണുള്ള സേമിയ എടുക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല തിന്നായിട്ടുള്ള സേമിയ തന്നെ വേണം ഈ ഒരു റെസിപ്പിയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങ് റോസ്റ്റായിട്ട് ഈ ഒരു കളറായിട്ട് ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നാൽ നമുക്കിതിൽ നിന്ന് പകുതി അവിടെ മാറ്റി വെച്ചിട്ട് ബാക്കി നമ്മൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കുകയാണ്. ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ടൊന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഇതൊന്നങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. ഇനി ഒരു 1/2 കപ്പോളം ഇളനീരിൻ്റെ കഴമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു സോസ് പാനിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1.5 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഇളനീരൊക്കെ കുറച്ചൊരു പേസ്റ്റ് പരുവത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് പാലിലൊന്ന് മിക്സായി വന്നതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ള പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവറൊക്കെ ഒട്ടും കട്ടയില്ലാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി മധുരത്തിന് പഞ്ചസാര കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രമായിട്ടും ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഈ ഒരു കോൺഫ്ലവറും കോൺഫ്ലവറിലെ കട്ടകളൊക്കെ ഒന്ന് മിക്സായിട്ട് എല്ലാം ഒന്ന് മിക്സായി വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിത് കൈയെടുക്കാതെ ഇളക്കി ഒന്ന് അങ്ങ് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുമ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് അങ്ങ് കുറുകി വരും കേട്ടോ.
ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് ഫ്ലേവറിനായിട്ടുള്ള ഏലക്കാപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സേമിയയുടെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള സേമിയ ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ മുകളിൽ നന്നായിട്ട് തന്നെ ഇതുപോലെ അങ്ങ് നിരത്തി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒരേ കനത്തിലൊന്ന് നിരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. നന്നായിട്ട് തണുത്ത് കഴിഞ്ഞാലാണ് കേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റാവുക. അതുപോലെ തന്നെ ആ ഒരു ക്രീമൊക്കെ ഉണ്ടല്ലോ, ക്രീമൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരും. കോൺഫ്ലവർ ആകുമ്പോൾ അതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ അങ്ങ് സെറ്റായിട്ട് വരും കേട്ടോ. ഒരു ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങായിട്ട് വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ 1 ടേബിൾ സ്പൂണൊക്കെ എക്സ്ട്രാ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. ഇതുപോലെ ക്രീമി ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഒരുപാട് കട്ടിയായാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഡെസേർട്ട് ഇതാ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡെസേർട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കുക എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിൻ്റെ ബേസിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഇവിടെ ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും മാരി ബിസ്ക്കറ്റ് എടുക്കുക. ഇനി ഇതാ ഒരു ബൗളിൽ നല്ല ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഈ ഒരു പാലിൽ വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു ചൂടുള്ള പാലിലേക്ക് നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. ബിസ്ക്കറ്റ് ഇട്ട് ഒന്നങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിതാ ഏത് ഡിഷിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലിതാ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ ഈ ഒരു ബിസ്ക്കറ്റിൻ്റെ അളവ് നമ്മൾ എത്ര വലിപ്പത്തിലുള്ള പാത്രമാണോ എടുക്കുന്നത് ആ ഒരു വലിപ്പത്തിലുള്ള അളവിലേക്കുള്ള ബിസ്ക്കറ്റാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗ്യാപ്പൊക്കെ ബിസ്ക്കറ്റിൻ്റെ പീസ് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഇതാ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക. നല്ല പച്ച തേങ്ങയുടെ പാലൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാൽ ബൗളിലേക്ക് സോസ് പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് മുഴുവനായിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ രണ്ടും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഇതാ ഒരു 1.5 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് അതൊന്ന് കലക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള പുഡിങ് വേണമെന്നുണ്ടെങ്കിൽ ഈ 1.5 ടേബിൾ സ്പൂൺ എന്നുള്ള കോൺഫ്ലവറിൻ്റെ അളവ് കുറച്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 2.5 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ടുള്ള പുഡിങ് കിട്ടും. അപ്പോൾ ഈ ഒരു പുഡിങ്ങിന് ഒന്നും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ച് ക്രീമി ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ക്രീമി ആയിട്ടുള്ള രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ തന്നെ മതി ഈ ഒരു 1.5 കപ്പ് തേങ്ങാപ്പാലിലേക്ക്. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തിളപ്പിച്ചെടുക്കണം. ഒന്ന് നന്നായിട്ട് കൈയെടുക്കാതെ ഇളക്കി ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഇനി അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ടായിട്ട് ഒരു 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. വൈറ്റ് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഒരു വൈറ്റ് ചോക്ലേറ്റ് ഒരു ടേബിൾ സ്പൂണൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടുള്ള ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റ് ആയിക്കോളും കേട്ടോ. ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ ഇനി നന്നായിട്ട് ഈ ഒരു ചോക്ലേറ്റൊക്കെ ഇതിലൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറാനൊന്നും നിൽക്കണ്ട കേട്ടോ, ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേപോലെ അങ്ങ് വെതറി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് നിങ്ങളെ കയ്യിലില്ലെങ്കിൽ ഇനിയിപ്പോൾ തേങ്ങ ചിരവിയിട്ട് അതൊന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. ഒരു പാനിലിട്ടിട്ട് ഒരുപാടൊന്നും കരിഞ്ഞു പോവാതെ ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തിട്ട് ഒന്നങ്ങ് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിസ്താഷ്യോ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ട് അതും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ എന്തായിട്ടും വെക്കണം കേട്ടോ. എന്നാലുള്ളത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായിട്ടും അതുപോലെ ആ ഒരു തണുപ്പോട് കൂടിയൊക്കെ കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതാ നന്നായിട്ട് 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഡെസേർട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളും. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഞാൻ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്